നല്ല മടിയുള്ള ദിവസം ഒരു ബിരിയാണി അങ്ങോട്ട് വെച്ചാലോ. പിന്നെ ബിരിയാണി എക്സ്പേർട്സ് ഒക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയാണോ ബിരിയാണി വെക്കാന്ന് ചോദിച്ചിട്ട് വരരുത്. ഇങ്ങനെയും ബിരിയാണി വെക്കാം. ഈ ബിരിയാണി വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അടിച്ചങ്ങോട്ട് ആ ഒരു പണിയെ ഉള്ളൂ. പിന്നെ പണിയൊക്കെ ഈസിയാണ്. പിന്നെ ബിരിയാണി വെക്കാൻ ഇന്ന് വേറൊരു കാരണം കൂടി ഉണ്ട്. നേരത്തെ കുപ്പി കണ്ടില്ലേ, മഞ്ഞപ്പൊടി കാലിയായത്. ബിരിയാണിക്ക് ആകുമ്പോൾ മഞ്ഞപ്പൊടി വേണ്ടല്ലോ. മറ്റേ ഇപ്പോൾ സാധാ ചോറും കറിയൊക്കെ ആണെങ്കിലും മഞ്ഞപ്പൊടി നിർബന്ധമാണ്. രാവിലെ തന്നെ കടയിൽ പോകാൻ അതിനൊരു മടി. അപ്പോൾ എന്തായാലും നമ്മളെ ചിക്കനൊക്കെ ഇതാക്കി ഒരു തലശ്ശേരി മോഡൽ ഒരു ബിരിയാണി ഞാൻ സെറ്റാക്കാണ്. ഉള്ളി കുറച്ചൊന്ന് കരിഞ്ഞു പോയിക്കുന്നു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ഉള്ളിയല്ലേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ 2-3 പീസ് ചിക്കൻ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മസാല വെച്ച് വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് കഴിയും, കാരണം ബിരിയാണിക്ക് ആകുമ്പോൾ കുറേ പാത്രം ഒന്നും മെനക്കെടുത്തുണ്ടല്ലോ. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും തട്ടിക്കൂട്ടിലാണ്. തേങ്ങ കണ്ടില്ലേ, ചെറുപയറാട്ടോ പുഴുങ്ങി വെച്ചത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെച്ചങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ദമ്മിട്ടിട്ടുണ്ട്. നമ്മളിതിൽ ഇട്ടത് നമ്മുടെ മീറ്റ് മസാല മാത്രമാണ് കേട്ടോ. ബിരിയാണി പൊടി ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് മീറ്റ് മസാല മാത്രമാണ് ഇട്ടത്. അപ്പോൾ ബിരിയാണി അവിടെ ദമ്മിടാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലാട്ടോ ചെയ്യുന്നത്. നമ്മളൊരു 4 മിനിറ്റ് ഒരു 350 സ്പീഡിൽ വെച്ചാൽ ദമ്മായിക്കോളും. പിന്നെ ചിക്കനും ഒരു 3 പീസ് ചിക്കനും ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഇതാട്ടോ. തേങ്ങ ഒക്കെ ചിരവി നമ്മൾ ചെറുപയറും സെറ്റാക്കിയിട്ടുണ്ട്. നേരെ രാത്രി വെച്ച ചെറുപയർ കറി കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. ഇനി ഇത് വേണ്ടാത്തവർക്ക് ചപ്പാത്തി പരത്തി വെച്ചത് ഫ്രിഡ്ജിലുണ്ട്, അത് വേണമെങ്കിൽ ചുട്ടെടുക്കാം. അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചോറും കായൊക്കെ ഒന്ന് വേറെ വേറെ ആക്കിയെടുക്കാം. ഇവിടെ പിന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ മസാല വേറെയും ചോറ് വേറെയും തന്നെയാണ് വിളമ്പാറ്. ചില സ്ഥലത്തൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ബിരിയാണി വിളമ്പാറുണ്ടല്ലോ, ഇവിടെ വേറെ വേറെയാണ് വിളമ്പാറ്. അപ്പോൾ ഇതാ നല്ല അത്യാവശ്യം കാട്ടിക്കൂട്ടി വെച്ചതാണെങ്കിലും ബിരിയാണിയൊക്കെ നല്ല സെറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ മോന് കൊണ്ടുപോകാനുള്ളത് വേഗം പാത്രത്തിലാക്കാണ്. ചൂടോടെ കുറച്ച് പാത്രത്തിലാക്കി വെച്ചിട്ട് ജസ്റ്റ് ഫാൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് ചൂടാറിയിട്ട് നമുക്ക് അത് അടച്ചു വെക്കാം. മസാല ആ ഉള്ളി വറുത്തിട്ടത് കൊണ്ട് മസാല നല്ലൊരു കളറായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എനിക്കിഷ്ടാട്ടോ ഈ ചെറുപയർ. രാവിലെ മധുരം കഴിക്കണമെന്ന് ആദ്യമൊന്നും ഇഷ്ടമില്ലെങ്കിലും ഇപ്പം അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് വലുതായി കഴിയുമ്പോൾ ഇഷ്ടമുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ എളുപ്പപ്പണി കഴിയണതൊക്കെ പിന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടുക തന്നെ. അപ്പോൾ ഒരു കേക്കും കൂടി സെറ്റാക്കാണ്ടായിരുന്നു, അതും സെറ്റാക്കി.